ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞു. ഭക്തർ ഓരോരുത്തരും തങ്ങളുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നും മിച്ചം പിടിച്ച് അയ്യപ്പന് അർപ്പിക്കുന്ന ദക്ഷിണയും കാണിക്കയും എങ്ങോട്ടാണ് പോകുന്നത്? കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും സന്നിധാനത്ത് നടന്നത് കോടികളുടെ കള്ളക്കളിയാണെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിജിലൻസ് റിപ്പോർട്ടുകൾ ഓരോന്നായി വ്യക്തമാകുകയാണ്. മണ്ഡലകാലത്ത് വെറും 45 ദിവസം കൊണ്ട് സന്നിധാനത്തെ വിവിധ ബാങ്ക് ശാഖകളിലായി എത്തിയത് 22 കോടി രൂപയാണ്. ഈ പണം പോയത് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക അക്കൗണ്ടിലേക്കല്ല, മറിച്ച് അവിടെ ജോലി ചെയ്യുന്ന ശാന്തിക്കാരുടെയും ജീവനക്കാരുടെയും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്കാണെന്നാണ് നമ്മെ ഞെട്ടിക്കുന്ന സത്യം. ഓരോ ഭക്തനും തന്റെ പ്രാർത്ഥനകൾക്കൊപ്പം സമർപ്പിക്കുന്ന പണം എങ്ങനെയാണ് ചില ഉദ്യോഗസ്ഥരുടെ മാത്രം സമ്പാദ്യമായി മാറിയതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ കാര്യം ഈ നിക്ഷേപങ്ങളുടെ കണക്കുകളാണ്. സന്നിധാനത്തെ SBI ശാഖയിൽ 8 കോടി, ധനലക്ഷ്മി ബാങ്കിൽ 11.5 കോടി. ഈ പണമൊക്കെ ആരുടേതാണ്? ദേവസ്വം ബോർഡിന്റേതാണോ? അല്ല, അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും ശാന്തിക്കാരുടെയും പേഴ്സണൽ അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം എത്തിയത്. മാളികപ്പുറം മേൽശാന്തിയുടെയും മാത്രം അക്കൗണ്ടിൽ 1.5 മാസത്തിനുള്ളിൽ എത്തിയത് 46 ലക്ഷം രൂപയാണ്. ഒരു സാധാരണ ശാന്തിക്കാരന് ഇത്രയും വലിയ തുക എവിടെ നിന്ന് ലഭിച്ചോ? ഭക്തർ നൽകുന്ന ദക്ഷിണയാണെന്നാണ് ഇവരുടെ വാദം. എന്നാൽ ഒരാൾക്ക് ദക്ഷിണയായി ഇത്രയും കോടികൾ ലഭിക്കുമോ? ഈ വാദത്തെ വിജിലൻസ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇത് ഭക്തരുടെ കണ്ണീരൊപ്പിയ പണമല്ല, മറിച്ച് ഭക്തരെ വഞ്ചിച്ചുണ്ടാക്കിയ പണമാണെന്ന് വിജിലൻസ് റിപ്പോർട്ട് അടിവരയിടുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവർ ഈ പണം എങ്ങനെയാണ് കൈക്കലാക്കുന്നത് എന്നാണ്. വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ലജ്ജിച്ചു പോകും. ഭക്തർ പൂജയ്ക്കായി കൊണ്ടുവരുന്ന സാധനങ്ങൾക്കിടയിലെ നോട്ടുകളും നാണയങ്ങളും ഇവർ അതിവിദഗ്ധമായി മോഷ്ടിക്കുന്നു. കാണിക്ക വഞ്ചി തുറക്കുമ്പോൾ പുറത്തേക്ക് വീഴുന്ന പണം പോലും ഇവർ വെറുതെ വിടുന്നില്ല. 14 ലക്ഷം രൂപയാണ് പോസ്റ്റ് ഓഫീസ് വഴി നാട്ടിലേക്ക് മണി ഓർഡറായി അയച്ചിരിക്കുന്നത്. അയ്യപ്പന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഭക്തന്റെ പണം മോഷ്ടിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഭക്തിയുടെ പേരിൽ നടക്കുന്ന ഈ ക്രിമിനൽ ബുദ്ധിയെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? സന്നിധാനത്തെ ഈ സാമ്പത്തിക വൈരുദ്ധ്യത്തെ കുറിച്ച് ചോദിക്കാതെ വയ്യ. സന്നിധാനം വൃത്തിയാക്കുന്ന പാവപ്പെട്ട ശുചീകരണ തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം നൽകാൻ ദേവസ്വം ബോർഡിന് പണമില്ല. അവർ അവിടെ പട്ടിണി കിടക്കുമ്പോഴാണ് ഈ വൻ സ്രാവുകൾ ലക്ഷങ്ങൾ അക്കൗണ്ടിലിട്ട് ആർഭാടം കാണിക്കുന്നത്. തൊഴിലാളികൾക്ക് അർഹമായ വേതനം നൽകാത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ഈ വൻ കൊള്ളയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയാണോ? അതോ ഇതിൽ അവർക്കും പങ്കുണ്ടോ? പാവപ്പെട്ടവനെ പട്ടിണിക്കിട്ട് ഭക്തനെ വഞ്ചിച്ചുണ്ടാക്കുന്ന ഈ പണം ആർക്ക് വേണ്ടിയാണ്? പിണറായി സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്. ഭരണ മികവ് എന്ന് എപ്പോഴും പറയുന്നവർ സന്നിധാനത്തെ ഈ പകൽ കൊള്ള കണ്ടില്ലെന്ന് നടിക്കുകയാണോ? ആടിയ ശിഷ്ടം നെയ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നേടുന്നവർ തന്നെയാണ് ഈ പുതിയ തട്ടിപ്പിൽ മുൻപന്തിയിലുള്ളത്. അതായത് അവിടെ ഒരു വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കൊള്ളയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഒത്താശയുണ്ടോ എന്ന് വിശ്വാസികൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. വിശ്വാസികളുടെ പണം സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഭാഗ്യത്തിന് ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ കർശനമായി ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ മുഴുവൻ ബാങ്ക് ഇടപാടുകളും പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു. ഭക്തരുടെ പണം കൊണ്ട് കൊട്ടാരം പണിയുന്ന ഈ അഴിമതിക്കാരെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അയ്യപ്പന്റെ പുണ്യഭൂമിയെ പണമുണ്ടാക്കാനുള്ള താവളമായി മാറ്റുന്നവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡും എവിടെയാണ്? ശബരിമലയെ വെറും ഒരു വരുമാന സ്രോതസ്സായി മാത്രം കാണുന്ന ഈ സർക്കാരിന് വിശ്വാസികളുടെ വികാരം പുല്ലാണ്. CPM നേതാക്കളുടെയും അവർക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരുടെയും താവളമായി ദേവസ്വം ബോർഡിനെ മാറ്റിയിരിക്കുകയാണ്. ഈ കൊള്ളകൾക്കെല്ലാം മുകളിൽ നിന്ന് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. ശബരിമലയുടെ പവിത്രത തകർക്കാനും അവിടുത്തെ പണം അടിച്ചു മാറ്റാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയാണ്. സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ മടിക്കുന്ന സർക്കാർ ഓരോ സേവനത്തിനും അമിത തുകയാണ് ഈടാക്കുന്നത്. പാർക്കിംഗ് ഫീസ് മുതൽ കുടിവെള്ളത്തിന് വരെ സാധാരണക്കാരനെ പിഴിഞ്ഞെടുക്കുകയാണ്. കോടികൾ വരുമാനം ലഭിക്കുന്ന ശബരിമലയിൽ നിന്ന് ആ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഭക്തർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകാതെ ആ പണം സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാനും രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് ഏറ്റവും ക്രൂരമായ കൊള്ളയാണ്. ഭക്തർ ഭക്തിയോടെ അർപ്പിക്കുന്ന ഓരോ രൂപയും അതിവിദഗ്ധമായി ജീവനക്കാർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. മാളികപ്പുറം മേൽശാന്തിയുടെ അക്കൗണ്ടിൽ വന്ന 46 ലക്ഷവും മറ്റ് ജീവനക്കാരുടെ അക്കൗണ്ടിലെത്തിയ കോടികളും ഇതിന് തെളിവാണ്. ശബരിമലയിലെ ഈ സംഭവങ്ങൾ വെറും ഒരു സാമ്പത്തിക ക്രമക്കേട് എന്നതിലുപരി നമ്മുടെ ഭരണ സംവിധാനത്തിന്റെയും ദേവസ്വം ബോർഡിന്റെയും ധാർമ്മികമായ തകർച്ചയുടെ തെളിവ് തന്നെയാണ്.
വർഷങ്ങളായി ശബരിമലയെ ഒരു കറവ പശുമായി മാത്രം കാണുന്ന സർക്കാരും ബോർഡും അവിടെയുള്ള സാധാരണക്കാരെ ഭക്തരുടെ വികാരങ്ങളെ എത്രമാത്രം വില കുറിച്ചാണ് കാണുന്നതെന്നതിന് ഇതിനും വലിയ ഉദാഹരണം വേറെ വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തിനാണ് ഈ ദേവസ്വം ബോർഡ്? ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിനും വിശ്വാസികളുടെ സൗകര്യങ്ങൾക്കും വേണ്ടിയല്ലേ? എന്നാൽ ഇന്ന് ബോർഡ് എന്നത് രാഷ്ട്രീയക്കാർക്കും അവരുടെ ഇഷ്ടക്കാർക്കും സുഖമായി വാഴാനുള്ള ഒരു താവളമായി മാറിയിരിക്കുകയാണ്. ഭക്തർ ശബരിമലയിലേക്ക് പോകുന്നത് പുണ്യം തേടിയാണ്. അവർ കാണിക്കയിടുന്നത് ആ ക്ഷേത്രം നിലനിൽക്കാനാണ്. പക്ഷേ ആ പണം ഉപയോഗിച്ച് ചിലർ ബിനാമി ഇടപാടുകളും ലക്ഷങ്ങളുടെ സമ്പാദ്യവും ഉണ്ടാക്കുന്നു എന്ന് വരുമ്പോൾ അത് തടയാൻ കഴിയാത്ത സർക്കാർ പരാജയമാണെന്ന് പറയേണ്ടി വരും. സാധാരണക്കാരന്റെ മേൽ കുതിര കയറാൻ കാണിക്കുന്ന ആവേശം എന്തുകൊണ്ട് ഈ വൻ സ്രാവുകളെ പിടിക്കാൻ നിങ്ങൾ കാണിക്കുന്നില്ല? മാത്രമല്ല, ഈ വിവാദങ്ങൾ ശബരിമലയുടെ പവിത്രതയെ തന്നെ തകർക്കാനേ ഉപകരിക്കും. ഓരോ വർഷവും വിവാദങ്ങൾ ഉണ്ടാക്കി വിശ്വാസികളെ അവിടെ നിന്ന് അകറ്റാൻ ആരെങ്കിലും ബോധപൂർവം ശ്രമിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആശ്വാസകരമാണ്. പക്ഷേ കോടതി പറയുന്നത് വരെ കാത്തു നിൽക്കാതെ തന്നെ ഈ കള്ളന്മാരെ പുറത്താക്കാൻ ബോർഡിന് കഴിയേണ്ടതായിരുന്നു. ഇനിയെങ്കിലും അയ്യപ്പന്റെ ഭണ്ഡാരത്തിൽ കൈയിടുന്നവർ ഓർക്കുക, ഇത് വെറും പണമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ വഞ്ചിക്കുന്നവർക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകില്ല. ഈ അനീതിക്കെതിരെ ഭക്തജനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സന്നിധാനം ഇനിയും അശുദ്ധമാകാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂ. ശരിക്കും പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് ഒരു സമ്പൂർണ്ണ പരാജയം തന്നെയാണ്. പിണറായി സർക്കാർ കേരളത്തിൽ ഭരണത്തിൽ വന്നതിൽ പിന്നെ ശബരിമലയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഭക്തിയുടെ വാർത്തകളല്ല, മറിച്ച് അഴിമതിയുടെയും കൊള്ളയുടെയും കഥകൾ മാത്രമാണ്. ശബരിമലയെ ഒരു കൊള്ള സങ്കേതമാക്കി മാറ്റുന്നത് ഈ സർക്കാരിന്റെ ഒരു സ്ഥിരം ഹോബിയായി മാറിയിരിക്കുകയാണ്. സന്നിധാനത്ത് കോടികളുടെ കള്ളക്കളി നടക്കുന്നു എന്ന വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടും ഉദ്യോഗസ്ഥരും ശാന്തിക്കാരും ലക്ഷങ്ങൾ അക്കൗണ്ടിലിട്ട് ആർഭാടം കാണിച്ചിട്ടും മുഖ്യമന്ത്രിയോ ദേവസ്വം ബോർഡോ ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല. എല്ലാം കൃത്യമായി അറിഞ്ഞിട്ടും കണ്ണടച്ചിട്ടാക്കുന്ന ഈ രീതി വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും പുതിയ പുതിയ അഴിമതികൾ പുറത്തു വരികയാണ്. അന്വേഷണം പ്രഖ്യാപിക്കുന്നു, പക്ഷേ ഒടുവിൽ എല്ലാം മുക്കിക്കളയുന്നു. ഭക്തരുടെ പണം സംരക്ഷിക്കാൻ കഴിയാത്ത, അവിടെ നടക്കുന്ന പകൽ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഈ ഭരണ സംവിധാനം വിശ്വാസികൾക്ക് തന്നെ അപമാനമാണ്. ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കാതെ സർക്കാർ കൈവശം വെക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഭക്തന്റെ പണം കവർന്ന് തങ്ങളുടെ പാർട്ടി സംവിധാനങ്ങളെ വളർത്താനും സ്വന്തക്കാരെ പോറ്റാനുമാണ് ഈ ശ്രമം. ശബരിമലയെ തകർക്കാനും അവിടുത്തെ വിശ്വാസ്യത നശിപ്പിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയാണ്. ഇത് കേവലം അഴിമതിയല്ല, മറിച്ച് ഹിന്ദു വിശ്വാസികൾക്ക് നേരെ നടത്തുന്ന ആസൂത്രിതമായ നീതികേട് തന്നെയാണ്. ഇനിയെങ്കിലും വിശ്വാസികൾ കണ്ണു തുറന്നില്ലെങ്കിൽ അയ്യപ്പന്റെ സന്നിധി വെറും കൊള്ളക്കാരുടെ താവളമായി മാറുന്ന കാഴ്ച നമുക്ക് നോക്കി നിൽക്കേണ്ടി വരും. ഇതൊരു സ്ഥിരം നാടകമായി മാറിക്കഴിഞ്ഞു. ഓരോ തവണ കൊള്ള പിടിക്കപ്പെടുമ്പോഴും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പേരിനൊരു അന്വേഷണം പ്രഖ്യാപിക്കും. എന്നാൽ ആ അന്വേഷണം എവിടെയും എത്താറില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുറ്റവാളികളെ പിടികൂടാനോ ഭക്തരുടെ പണം തിരിച്ചു പിടിക്കാനോ ഉള്ള ആത്മാർത്ഥമായ ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാറില്ല. ഈ അന്വേഷണ പ്രഹസനം കഴിഞ്ഞ് അടുത്ത മണ്ഡലകാലം എത്തുമ്പോൾ വീണ്ടും പഴയപടി കൊള്ള തുടരും. പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു അന്വേഷണം നടത്തുക എന്നത് കേവലം ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ്. പ്രതികളെ സംരക്ഷിക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും വേണ്ടിയാണോ ഈ അന്വേഷണം എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയാലും പണം വാരണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ഭരണ സംവിധാനത്തിന് മുന്നിലുള്ളത്. ഇനിയെങ്കിലും ഇത്തരം പ്രഹസനങ്ങൾ തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് കഴിയണം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.